ഈ പത്തനംതിട്ട ജില്ലയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഐതിഹാസികമായ സമരം നടത്തിയ സ്ഥലം. സമരം നടത്തിയ അവസാനം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഈ ആറന്മുള എയർപോർട്ട് നടക്കുകയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയത് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ഡ്രോൺ പറത്തി അവിടെ പരിശോധന നടത്തുക. എൻ്റെ അറിവോടുകൊണ്ട് ചോദിക്കുക, അങ്ങനെ ഡ്രോൺ പറത്താൻ ആർക്കാണ് അവകാശം? പത്തനംതിട്ട MP പറഞ്ഞു, പത്തനംതിട്ടയിലെ MLA പറഞ്ഞു, പത്തനംതിട്ട കളക്ടർ പറഞ്ഞു, അതോ കേരള ഗവൺമെൻറ് പറഞ്ഞു, അതോ സെൻട്രൽ എൻവയോൺമെൻറ്റ് നമ്മുടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ വസ്തുവിന് ഞാനാണ് കരം കൊടുക്കുന്നത്. ഞാൻ കരം കൊടുക്കുന്ന എൻ്റെ വസ്തുവിൽ ഈ ലോകത്തൊരു വ്യക്തിക്കും, അല്ലെ കോടതി പറയട്ടെ, അല്ലെ ഗവൺമെൻറ് പറയട്ടെ, അല്ലെ പോലീസ് പറയട്ടെ, ആരെങ്കിലും പറഞ്ഞ് എന്നെ അറിയിക്കാതെ, എന്നെ അറിയിച്ച് ഇവിടെ ചെയ്യാം, ഗവൺമെൻറ് അധികാരമുണ്ട്. എൻ്റെ അനുമതി ഇല്ലാതെ, എൻ്റെ അറിവില്ലാതെ, അനുമതിയല്ല എൻ്റെ അറിവില്ലാതെ എൻ്റെ പുരയിടത്തിൽ ഡ്രോൺ പരത്താൻ ആർക്ക് അവകാശം? ആർക്ക് അവകാശമില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ലംഘിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചെന്ന് അത് വീണ്ടും കുത്തിപ്പൊക്കുന്നു. അത് കോടതിയെ തന്നെ ആക്ഷേപിക്കല്ലേ? നിയമലംഘനമല്ലേ? ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ സുഗതകുമാരി ടീച്ചർ അടക്കമുള്ള ബഹുജന നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ ഐതിഹാസികമായ സമരം നടത്തിയ സ്ഥലത്തിന് തീരുമാനമുണ്ടായ വിഷയം അവർക്കെതിരെ വീണ്ടും അത് കുത്തിപ്പൊക്കുമ്പോൾ അവരെ ആക്ഷേപം തുല്യമല്ലേ? അതുകൊണ്ട് ആറന്മുള സമരവുമായി, ആറന്മുള എയർപോർട്ടുമായി മുമ്പോട്ട് പോകുന്നവരോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് വല്ല ന്യായമുണ്ടോ? ഇതിൽ നീതിയുണ്ടോ? ഇതിൽ മര്യാദയുണ്ടോ? ദേവി ഇത് വിടണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് എരുമേലിലേക്ക് പോകാം. എന്താ എരുമേലിൻ്റെ സ്ഥിതി? എരുമേലിൽ ഒരു എയർപോർട്ട് വരണമെങ്കിൽ അതിന് ഒരുപാട് ലീഗൽ ടെക്നിക്കൽ വിഷയങ്ങളുണ്ട്. 351 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണം. 350 കുടുംബങ്ങൾ, ആ 350 പുതിയ വീട് വെക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് എത്ര കോടി രൂപ മുടക്കി വെക്കും? ആരെങ്കിലും സമരസാല വീട് ഒഴിഞ്ഞു കൊടുക്കൂ? അതും കൂടാതെ അത്രയും അവരുടെ വസ്തു പോകുന്നില്ലേ? ഞങ്ങൾ എരുമേലിപ്പോൾ അവിടെ പല ആൾക്കാരോട് സംസാരിച്ചാണ്. ആ ഭാഗത്തുള്ള ആൾക്കാർ സമരസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. എയർപോർട്ട് വരാനല്ല, ഇതൊന്ന് ഒഴിവായി കിട്ടാൻ. അതുകൊണ്ട് ഞങ്ങൾ മീൻസ് കൊടുമൺ എയർപോർട്ട്, ശബരിമല കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്, ഈ പുതിയ നമ്മുടെ വിമാനത്താവള എയർപോർട്ട് ഇത് കൊടുമണ്ണ് കൊണ്ടുവരണം. ഞാൻ അടൂരുകാരനായതുകൊണ്ടോ കൊടുമണ്ണിനടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ടോ പറയുന്നതല്ല. മധ്യ തിരുവിതാംകൂറിൽ ഇത്രയും വെച്ചൊരു സ്ഥലം കൊടുമണ്ണ് പോലില്ല. എന്തുകൊണ്ട്? നമ്പർ 1, കൊടുമണ്ണ് പ്ലാന്റേഷൻ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റേതാണ്. സംസ്ഥാന സർക്കാർ ഒപ്പിട്ടാൽ അത് നേരെ എയർപോർട്ടുകാർക്ക് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. തന്നെയുമല്ല, ഞാൻ സൂചിപ്പിച്ചു, എരുമേലിൽ 351 വരെ കുടിയൊഴിപ്പിക്കേണ്ട സ്ഥലത്ത് കൊടുമൺ പ്ലാന്റേഷൻ മേഖലയിൽ ഒരാളിനെ പോലും കുടിയൊഴിപ്പിക്കേണ്ട. ആളിനെ കുടിയൊഴിപ്പിക്കാത്തതുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥലമായതുകൊണ്ട് 1 രൂപ പോലും കാശ് കൊടുത്ത് ആ സ്ഥലം വാങ്ങണ്ട. വേറെ ഇന്ന് ആറന്മുളയിൽ വേണമെന്ന് അവകാശപ്പെട്ട ആ പ്രമാണിയോട് ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് 400 ഏക്കർ സ്ഥലമുണ്ട്, 1000 ഏക്കർ മേടിച്ചാൽ മതി. 1000 ഏക്കർക്ക് പത്തനംതിട്ട പോലെ സ്ഥലത്ത്, ആറന്മുള പോലെ സ്ഥലത്ത് 1000 ഏക്കർ മേടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണ്. എത്ര കോടി രൂപ വേണം? നമുക്കറിയാം, കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികം നമുക്കറിയാം. ആ കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ 1000 കോടി, ഇത്രയും സ്ഥലം, 1000 ഏക്കർ സ്ഥലം മേടിക്കാൻ പറ്റുമോ? ഇതാ കൊടുമണ്ണിലേക്ക് നിങ്ങൾ വരിക. അവിടെ 2 എസ്റ്റേറ്റ് ഉണ്ട്. ആദ്യത്തെ എസ്റ്റേറ്റ് കൊടുമൺ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിന് മാത്രം 1200 ഹെക്ടർ സ്ഥലമുണ്ട്. 1200 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 3000 ഏക്കർ സ്ഥലം. ആ 3000 ഏക്കർ വേണ്ട ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. തൊട്ടടുത്ത ചന്ദ്രപ്പള്ളി എസ്റ്റേറ്റ് ഉണ്ട്. അതെടുക്കണമെന്നില്ല. അത് എടുത്തില്ലെങ്കിൽ പോലും കൊടുമൺ എസ്റ്റേറ്റ് കൊണ്ട് തന്നെ 3000 ഏക്കർ എടുത്താൽ എയർപോർട്ട് കഴിഞ്ഞ് നമുക്ക് മറ്റ് പലതും തുടങ്ങാം. നമുക്ക് IT മേഖല കൊണ്ട് ITയുടെ പാർക്ക് കൊണ്ടുവരാം. നമുക്ക് വേണ്ട സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം. ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റിയെടുക്കാം. അങ്ങനെയുണ്ട് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചത് സർക്കാരിൻ്റെ സ്ഥലമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒരു പൈസ പോലും കൊടുത്ത് സ്ഥലം മേടിക്കുകയോ ഒരാളിനെ എപ്പോഴും കുടിയൊഴിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല.